തിരുമുന്നിലായി പതുങ്ങുന്നേ താമടിക്കുന്നേ താ നിന്റെ താളത്തിൽ തുള്ള അംശമായി തീരാ. അംശം ഞാൻ ശരിക്കും തികച്ചും എനിക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. ആ മച്ചമ്പി ഒരു യുദ്ധം നടന്നാൽ അതിനിടയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന മച്ചമ്പിയാണ്. അപ്പൊ അവനൊരു പ്രശ്നമില്ല. 3 മണിയൊക്കെ ഞാൻ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യണം, അവനൊരു പ്രശ്നമാണ്. കൂർക്കം വലിച്ചിടന്നു. നീ തുടങ്ങും. Welcome to the show, man. താങ്ക് യു. First of all, what a cool name. We should say cool names കാരണം you got quite a long name. So it's Aaron Kolashani Celestin. അതെ. So if you were to start ഒരു artist name, you already had a lot of options. Yes, I did. Aaron was pretty cool. എന്നിട്ട് I settled on Axomania. Yeah, Celestin is insane. Right? Yeah. So അവിടുന്ന് who, when, why, how Axomania came അത് പ്രശ്നമൊന്നുമില്ല. Aaron Kolashani Celestin AKS. Okay. Initials. Okay. പിന്നെ 14 വയസ്സായിരുന്നപ്പോഴത്തേക്ക് അപ്പോഴും വേറൊരു മാനസികാവസ്ഥയല്ലേ കുട്ടിക്ക്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ആക്സ് മേനിയാക്ക് ഇട്ടപ്പോഴത്തേക്ക് സോമ എൻ്റെ അമ്മയുടെ പേര് നടുക്ക് വന്ന്. ദെൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് 1 2 3 ഡോട്ട് ഡാഷ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് വിചാരിച്ചാൽ ഒരു ക്ലീൻ ഇൻസ്റ്റാഗ്രാം ID എന്നത് ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ എങ്ങാണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് പിന്നെ മാറ്റിയില്ലെന്ന് മാത്രമല്ല, അല്ലാണ്ട് ആ പേര് kept using it and never changed. It's nice. Thanks. It's a very different name. Understand. Yeah. So yeah, Axomaniac, Insomniac കൂടിയാണോ? Like generally, do you work late in the night? I like not to. എനിക്ക് രാവിലെ എണീക്കണ ഇഷ്ടം. If you checked your Spotify Wrapped also, I'm sure you would have gotten it that, you know, രാത്രി കേൾക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. Definitely. The songs കുറച്ചുകൂടെ generally കുറച്ചുകൂടെ. I mean, രാവിലെയും ഭയങ്കര രസമാണ്. Today morning I was trying to listen to it again. രാവിലെ ഓടാൻ പോയപ്പോണ്. പക്ഷെ ഓടുന്ന ടെമ്പോന് വർക്ക് ചെയ്തില്ല. But രാത്രി ഇന്ന് കേൾക്കുന്ന സമയത്ത്, you know, it just really sets the tempo. You're on a long drive. It's beautiful. But you're a morning person then. I am a morning person. പക്ഷെ പാട്ടുകൾ കുറെ പാട്ടുകൾ I feel like it's on the darker side. I guess R&B in general കുറച്ചുകൂടെ laid back. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഞാനും ഇനീഷ്യലി പാട്ട് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് I used to use എൻ്റെ വാക്കിംഗ് BPM 75-78 nice to make songs. Well, that's brilliant. Yeah, because like I used to like listen to music while I was walking. അംശത്തിന്റെ അംശങ്ങൾ ആർ ഓൾ ഓവർ ഇൻസ്റ്റഗ്രാം ആൻഡ് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു ഒരു കേരള ഓഡിയൻസ് ഒരു മലയാളം ഓഡിയൻസ്. ഓണസ്റ്റ്ലി ഹൗ ഡു യു ഫീൽ? അംശം ഞാൻ ശരിക്കും തികച്ചും എനിക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. ഞാൻ എൻ്റെ പാർട്ട്ണറിന് വേണ്ടി എഴുതിയ പാട്ടാണ്. നിനക്ക് വലിപ്പം കൂടുതലാണ്, നിനക്ക് എരി പിടിക്കത്തില്ല, നീ കള്ളിയാണ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പാട്ടല്ലേ. ഞാൻ അങ്ങനെ ഒരു രീതിക്ക് ചുമ്മാ കളിക്ക് എഴുതി തുടങ്ങിയ പാട്ടാണ്. അത് പിന്നെ വലിയൊരു കഥയായെന്നുള്ളത് മാത്രം. പാപവും കൺമശി വെച്ച് നോക്കുമ്പോൾ അംശം എവിടെ പെടും എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കും പാട്ട് എഴുതിയതിനു ശേഷം എനിക്ക് അറിഞ്ഞോളൂ ഇത് എങ്ങനെ റിസീവ് ചെയ്യുമെന്ന്. ചിലപ്പോൾ കൺമശി പോലെ കുറച്ച് ആൾക്കാർ കേൾക്കത്തുള്ളൂ, പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് വെച്ചിട്ട്. ഇപ്പോൾ രണ്ടും മറികടന്ന് വേറെ എവിടെയോ എത്തിയിട്ടുണ്ട് അംശം. ഐ തിങ്ക് ദ റീസൺ ഇറ്റ് കണ്ടക്റ്റഡ് വാസ് ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് വെരി, ഞാൻ എൻ്റെ പാർട്ട്ണറിന് എഴുതി കൊടുത്ത് ഡയറക്ട്ലി അവരോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ പാട്ടിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് പീപ്പിൾ ഹാവ് ടേക്കൺ ഇറ്റ് ഇൻ എ വേ വെയർ ലൈക്ക് ദേ ആർ ടോക്കിംഗ് ടു ദെയർ പാർട്ട്ണർ ഓർ ദെയർ ലവ്ഡ് വൺ. Do you think your vulnerability is literally there? Directness, honesty. കാരണം അവർ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഡയറക്ട്ലി പറയുന്ന പോലെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായി തീർന്നുകൊണ്ട് ഐ തിങ്ക് അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തിയറി മാത്രം. അടിപൊളി. ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? കറക്റ്റ്. 3rd year. ഇതൊരു ജനറിക് ചോദ്യമാണ്. വാട്ട് ഇസ് ഇറ്റ് വിത്ത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്? നിങ്ങൾ ഈ എഞ്ചിനീയറിംഗ് വെറുത്താണോ യു ഡിസൈഡ് ടു ബി ഗ്രേറ്റ് അറ്റ് സംതിങ് എൽസ്? കഷ്ടപ്പാട്, അതാണ് പ്രശ്നം. ലൈക്ക് എല്ലാത്തിൻ്റെ അമ്മയാണല്ലോ കഷ്ടപ്പാട്. അപ്പോൾ ഐ തിങ്ക് ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കഥയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടുന്നില്ലായിരുന്നു. കണ്ണൊക്കെ കുഴിഞ്ഞ് ഉറക്കമൊന്നും ഇല്ലാണ്ടാണ് ഞാൻ പാട്ടുണ്ടായിക്കൊണ്ടിരുന്നത്. എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ ഹോസ്റ്റൽ മുറിയിലാണ് അംശം ഒഴിച്ച് ബാക്കി എല്ലാ പാട്ടുകളും എൻ്റെ ബെഡ്റൂമിലെ ഹോസ്റ്റൽ മുറിയിൽ റെക്കോർഡ് ചെയ്തതാണ്. എൻ്റെ റൂംമേറ്റ് ഹാസ് സീൻ എവറിത്തിങ്. ആ മച്ചമ്പി ഒരു യുദ്ധം നടന്നാൽ അതിനിടയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന മച്ചമ്പിയാണ്. അപ്പോൾ അവനൊരു പ്രശ്നമില്ല. 3 മണിയൊക്കെ ഞാൻ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യണം, അവനൊരു പ്രശ്നമാണ്. കൂർക്കം വലിച്ചിടന്നു. അപ്പോൾ അങ്ങനെയാണ് പാട്ടുണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു പരിധിക്ക് ശേഷം എനിക്ക് മനസ്സിലായി ലൈക്ക് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ തടി കേടാവുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കാണ് ഞാൻ എഞ്ചിനീയറിംഗ് വിട്ട് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മ്യൂസിക് തുടങ്ങി. ഐ തിങ്ക് ഒരു പക്ഷേ എല്ലാവരും അങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒരു നമ്മളെല്ലാം ബാലൻസ് 2 തുണിയിലും കാലം വെച്ച് ഇച്ചിരി പാൻറ് കീറാറാകുമ്പോഴാണ് ആൾക്കാർ ഒരു തുണി കയറാൻ നോക്കുന്നത്. ഐ ഫീൽ അങ്ങനെ ആവുന്നതായിരിക്കും. കാരണം അത്ര കഷ്ടപ്പാടിലും നീ മ്യൂസിക് ചെയ്യുമെങ്കിൽ ഒരു പക്ഷേ നീ നന്നായിട്ട് ചെയ്യുമായിരിക്കും എന്നുള്ള it becomes a litmus test almost. Nice. But did you have like a very early music influence? Early influences-ഉം പുഷും എല്ലാം, ഒന്ന് എൻ്റെ അച്ഛനമ്മ, 2 എൻ്റെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചിരുന്നു, കേന്ദ്രീയ വിദ്യാലയ അപർണ ടീച്ചർ എന്ന് പറഞ്ഞ്. പിന്നെ എന്നെ കീബോർഡ് പഠിപ്പിച്ചിരുന്നു രാജേഷ് സാറ്. ആ സാറും പിയാനോ പഠിപ്പിക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് പിയാനോ വാങ്ങിച്ചു തരുന്നത്.
പിന്നെ ഒരു 3 മാസം എന്നെ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞൊരു സാറ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചായിരുന്നു പറഞ്ഞാൽ 3 മാസമല്ല 1 മാസം എങ്ങാണ്ട് ജസ്റ്റ് ഒരു ഞാൻ ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് ആ സമയത്ത് 11th 12th ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തു. അത് പഠിച്ചതിന് ശേഷമാണ് ഐ ഫീൽ അതെല്ലാം മൊത്തം എടുത്ത് put it back to my music. ഈ അംശം തന്നെ എടുത്തു കഴിഞ്ഞാൽ അലങ്കൃതമായി തീരാം. ഈ വാക്കുകളൊക്കെ എവിടുന്നാ പഠിക്കുന്നത്? ഇത് ആക്ച്വലി എൻ്റെ അമ്മ നന്നായിട്ട് മലയാളം പറയുന്ന കൂട്ടത്തിൽ. അമ്മയ്ക്ക് മലയാളം ഇഷ്ടമായിരുന്നു, പഠിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ നേഴ്സാണ്, അമ്മയ്ക്ക് മലയാളം പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും എത്തിയില്ല എന്നല്ല, ഒരിക്കലും പഠിക്കാൻ സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടി വാക്കൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് ആണ്ടിലാവണയ്ക്ക് ഒരു പ്രാവശ്യം അമ്മയാണ് അവിടുത്തെ ശശി തരൂർ, ലേശം മലയാളത്തിലെ ശശി തരൂർ ലേശം ആണ്ടിലാവണയ്ക്ക് ഒരു വാക്ക് വരും. അപ്പോൾ എന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആക്ച്വലി അല്ലെങ്കിൽ ഈ പാട്ടിൽ എനിക്ക് ഒന്നും റെഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആകെ ഇത് ശരിയാണോ എന്ന് റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ നീ ഞാൻ ആദ്യം ഈണിട്ട് പല കടങ്കഥകളും അലങ്കൃതമായി തീരാം എന്നാണ് ഇട്ട. ഈ അലങ്കൃതം കറക്റ്റ് തന്നെയാണ്. എടുത്ത് ഓളം ഡിക്ഷണറി ഉണ്ട്, ഓളം ഡിക്ഷണറി ടൈപ്പ് ചെയ്തോണം. അലങ്കൃതത്തിന്റെ അർത്ഥം ഇത് തന്നെയാണ്, ലൈക്ക് ഓർണമെന്റ് അങ്ങനെ എന്തോ അല്ലേ, ബ്യൂട്ടിഫിക്കേഷൻ അങ്ങനെ എന്തോ അല്ലേ, അപ്പൊ ഡെക്കറേറ്റീവ്. അപ്പൊ അതാണ് കറക്റ്റാണ്. അപ്പൊ സാരേ തിരുമുന്നില ബാക്കിയല്ല അത് കറക്റ്റ് ഓഫ് ദ ഡോം വന്നു. തിരുമുന്നില പതുങ്ങുന്നി താമടിക്കുന്നിതാ നിന്റെ താളത്തിൽ തുള്ളാൻ അംശമായി തീരാൻ. ഇത്രയും ഒരിടത്ത് നോക്കേണ്ടി വന്നില്ല. ബാക്കിയാണ് ഇനി എന്തുകൊണ്ട് ഞാൻ കള്ളക്കഥ പറഞ്ഞു, എന്തുകൊണ്ട് അവളുടെ അംശം അവൻ്റെ അംശമായി തീരാൻ മോഹിക്കുന്നു എന്നുള്ള ഇതെല്ലാം ഇപ്പം എൻ്റെ ചോദ്യങ്ങൾ. Then it becomes the questions that you have to ask yourself. Why did you say that? Then you say it, then it becomes a pseudo-corpus at the end of the day. What is the weirdest reel you've seen using your great question. Weirdest അല്ല, I think the funniest reel I have seen in this, like ഇങ്ങനെ ആൻറ്റി വന്നിട്ട് മോളിച്ചിരി തടിച്ചു പോയല്ലോ. I know that. Follow her. Yeah, I followed her for the very reel that you said. പറയുന്നു പണ്ട് അവള് ഭയങ്കര ഓർഗാനിക് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചാണ് അതിനകത്ത്. അയ്യോ ഞാൻ പല തവണ എടുത്ത് കണ്ടിട്ടുണ്ട് അതിങ്ങനെ. അത് ആക്ച്വലി ടു ഫണി. That's brilliant. Okay, നമുക്കൊന്ന് റാപ്പിഡ് ഫയറിലോട്ട് പോവാം. I want to go pretty quick. Okay. Gandharvan, Chatan, Odiyan and Yakshi. You have to pick one as your best friend. ലുട്ടാപ്പി. Not bad. വായിക്കാറുണ്ടായിരുന്നു? പിന്നെ ഉണ്ടല്ലേ. Cool. One costume accessory from Amsham you would wear on a first date. നൈസ് ക്വസ്റ്റ്യൻ. അവസാനത്തെ കോസ്റ്റ്യൂമിൽ കമ്മലുണ്ട്, പക്ഷെ ഭയങ്കര വേദന. അത് ക്ലാമ്പ് ചെയ്യുന്ന കമ്മല, ഇങ്ങനെ ഭയങ്കര വേദനയാണ്. എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഒരു ആശ്വാസം ഉണ്ട്, പക്ഷെ നല്ല രസമാണ്. ബ്യൂട്ടി ഈസ് പെയിൻ. ഇപ്പം അക്സോമീനിയാക്കിന്റെ ഒരു മ്യൂസിക്കൽ ക്രഷ് ആരായിരിക്കും? മറീന സാക്തി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഐ തിങ്ക് പുള്ളിക്കാർ ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ പുള്ളിക്കാരുടെ ആൽബംസ് ഒരു രക്ഷയില്ല. പക്ഷേ ഞാൻ ആളെ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷേ ഐ ഹാവ് എ ക്രഷ് ഉണ്ട്. അയ്യോ അതിൻ്റെ ജോണറിന് ഒരു പ്രത്യേക പേരുണ്ട് കേട്ടോ. മറീന ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പക്ഷെ എനാമേർഡ് ബൈ ഹെർ വോയിസ്. എൻ്റെ ജോണറുടെ പേര് അറിഞ്ഞൂടെ, ഒരു പ്രത്യേക തരം ജോണറാണ്. ഡസ് നോട്ട് മാറ്റർ ഓൾസോ. ഗ്രേറ്റ് വോയിസ്. Biggest compliment received for Amsham? Biggest compliment received for, or any of your song for that matter, biggest compliment you've probably gotten for your work in music? Veer Off എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിയാണ്, എൻ്റെ അപ്പന് വേണ്ടി എഴുതിയ പാട്ട്. അത് അത് എഴുതിയപ്പോഴത്തേക്ക് വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ അപ്പനും കൂടെ കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൻ്റെ കൂടെ I felt really good, very validated. One current Malayali artist you totally envy? Good word to use. അടുത്ത പാട്ടിന്റെ പേരാവും അസൂയ. പയ്യൻ കാരണം ലൈക്ക് മച്ചൻ്റെ the people who listen to Lil Payyan, I feel like are very aligned to പയ്യൻ്റെ പയ്യനെ കേൾക്കുന്ന എല്ലാവരും പയ്യൻ്റെ ഭയങ്കര അടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ് ആസ് എൻ ആർട്ടിസ്റ്റ്, ടു ബ്രിങ് ടുഗെദർ സെറ്റ് ഓഫ് പീപ്പിൾ ദാറ്റ് വുഡ് റിയലി ബി വിത്ത് യു. മാനേജർ എഴുതി വെക്കുന്നുണ്ട് അവിടെ അടുത്ത കൊളാബറേഷൻ. പയ്യൻ. Your parents' first reaction to your name, Aksomaniac? Mistake. Yeah. എൻ്റെ അപ്പൻ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു മിസ്റ്റേക്കാണ്, ചെയ്യില്ല മോൻ എന്നാണ് എൻ്റെ ഫസ്റ്റ് പാട്ടിൻ്റെ പേര് മിസ്റ്റേക്സ് ആയിരുന്നു. അത് അറിഞ്ഞുകൂടായിരുന്നു അച്ഛന്. Now, without thinking, come up with a different name in place of Aksomaniac. അഹറോൻ. ഞാൻ എൻ്റെ കൂട്ടുകാരെ എന്നെ വിളിക്കുന്ന അഹറോൻ എന്നാണ്. ആരൻ്റെ മലയാളം അനലോഗാണ് അഹറോൻ. ജോൺ ഇസ് യോഹന്നാൻ, മാത്യു ഇസ് മത്തായി, അതുപോലെ ആരൻ ഇസ് അഹറോൻ.
അപ്പോൾ എന്നെ അഹറോ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, കൂട്ടുകാർ, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും അഹറോ എന്നാണ് എന്നെ വിളിക്കുന്നത്. അഹറോ എന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു എൻ്റെ പേര്, പിന്നെ അതിലേക്ക് ഞാൻ എത്തിയില്ല എന്ന്. I mean, still a good name. If you could actually shapeshift 3 people or 3 things you'd like to become. One, ഒരു വാട്ടർ മെലൺ. വെരി ചിൽ ഇൻസൈഡ്. എടാ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ആദ്യമായിട്ടാണല്ലോ, നല്ല ചോദ്യം. ഒരു 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 പിയാനോ ആവണമെന്നുണ്ട്, ഒരിടത്തും പോകണ്ട, ഒരിടത്തിരുന്നാൽ മതി, വന്ന് എല്ലാവരും വന്ന് വായിച്ചോളൂ. ഒരു കിടക്ക ആവണമെന്നുണ്ട്, നല്ല രസമുണ്ട്, ഒരിടത്തിരുന്നാൽ മതി. ഇരിക്കാനാണ് ഇഷ്ടം അല്ലേ? അല്ല, എനിക്ക് ശരിക്കും ഓടി കിടക്കാനാണ് ഇഷ്ടം. പക്ഷെ ഒരു അങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം, എപ്പോഴും ഓടി കിടക്കാൻ. പിന്നെ ഐ ഫീൽ ഒരു വഞ്ചി ആവാൻ കൊള്ളായിരിക്കും. വഞ്ചി ഐ ഫീൽ ലൈക്ക് എ ഗ്രേറ്റ് പ്ലേസ്. ഇച്ചിരി തണുത്തൊക്കെ ഇരിക്കും, മുകളിൽ ആൾക്കാരുണ്ട്, അതിൻ്റെ ഭാഗത്തുണ്ടാവും. അവരുടെ കഷ്ടപ്പെടണ്ട, ഇങ്ങനെ ഒഴുകി അങ്ങ് പോയാൽ മതി. ട്രിവാൻഡ്രത്തിലുള്ള ഒരു പിയാനോ ബോയ് മന്മഥനിലോട്ട് മാറുന്നത്, യു നോ ദാറ്റ് ഹോൾ R&B switch when it comes to the way you write, the thoughts you put in, എല്ലാം എവിടുന്നാണ് വരുന്നത്? When did it start though? ഞാനൊരു 11th ഗ്രേഡിൽ വരെ പഠിക്കുന്നവരെ ഞാൻ മലയാളം പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അച്ഛൻ റേഡിയോ ഓൺ ചെയ്യും. എല്ലാ ദിവസവും ഒരു ആചാരമായിരുന്നു അത്. എല്ലാ ദിവസവും റേഡിയോ ഓൺ ചെയ്ത് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മലയാളവും ഹിന്ദി പാട്ടുകൾ വരും. ഇടയ്ക്ക് എന്തെങ്കിലും ഇടിയമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഓഫ് ചെയ്തോളാം. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കുന്ന ആ ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഒരു 11th ഗ്രേഡ് വരെയൊക്കെ ഞാൻ അങ്ങനത്തെ പാട്ടുകളെ കേട്ടുള്ളൂ. ഇങ്ങനെ കൊല്ലത്തിലൊരിക്കലും എഡ് ഷീറിൻ്റെ പാട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കേട്ടു, അല്ലാണ്ട് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് 11th ഗ്രേഡിലൊരു മച്ചമ്പി ഉണ്ടായിരുന്നു, അർജുൻ എന്ന് പറഞ്ഞ്, ഡൽഹിയിൽ നിന്നായിരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞ്, നിനക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാലോ, നീ ഫ്രാങ്ക് ഓഷ്യൻ കേൾക്കുന്നു. അപ്പോഴത്തേക്ക് ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഒരു 3 ആഴ്ച അവൻ എൻ്റെ പുറകെ കിടന്നു. 4ാമത്തെ ആഴ്ച ഞാൻ ശരി പറഞ്ഞു, ഞാൻ കേട്ടു. ഞാൻ ഒരു ബ്ലോണ്ട് എന്ന് പറഞ്ഞൊരു ആൽബം 2016 വന്ന് ഞാൻ കേട്ട 2019 ആയപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. മൊത്തം കേട്ടിട്ട് ഇതെന്തുവാ, ഇടയ്ക്ക് വോയിസ് നോട്ടൊക്കെ വരുന്നത് എന്തുവാ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, മ്യൂസിക്കിനെ കുറിച്ച് കുറേ കൂടെ അറിയാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു ഓട്ടമായിരുന്നു. എല്ലാ ദിവസവും 2 ആൽബം ഒക്കെ എടുത്തിട്ട് കേൾക്കുമായിരുന്നു, എല്ലാ ദിവസവും ടോപ്പ് ടു ബോട്ടം മൊത്തത്തിൽ. കാരണം ഇത്രയും സമയം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും ക്യാച്ചപ്പായി, എനിക്കും ക്യാച്ചപ്പാണ്. കോവിഡിന് ഒരു 2 കൊല്ലം മുമ്പ്, പിന്നെ കോവിഡ് കൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ അതിന് ഊർജ്ജം ഊർജ്ജം കൂടി. പിന്നെ അത് ആയി, രാവിലെ ഒരു ആൽബം, ഉച്ചയ്ക്ക് ഒരു ആൽബം, രാത്രി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ആൽബം, അങ്ങനെയൊക്കെ ആയി. 3 നേരം വെച്ച് കഴിക്കാൻ പറഞ്ഞു. 3 നേരം വെച്ച് ആൽബം ഉണ്ടെന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെയാണ് R&Bയിലേക്ക് എത്തിപ്പെടുന്നത്. കാരണം ഹിപ്പ് ഹോപ്പ് ആണ് ഇപ്പോൾ എൻ്റെ സ്പോട്ടിഫൈ എടുത്ത് നോക്കിയാലും ഹിപ്പ് ഹോപ്പ് ഇസ് ദ ജോൺറ ദാറ്റ് ഐ ലിസൺ ടു ദ മോസ്റ്റ്. R&B എന്ന് പറഞ്ഞാൽ അതിനൊരു അഡ്ജേസൻറ്റ് ജോൺറാണ്. നമ്മൾ നല്ല മെലഡീസിൽ വളർന്നു വന്ന കൂട്ടരല്ലേ. പിന്നെ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഓണസ്റ്റിയും അതിൻ്റെ ഡ്രംസും പേഴ്സണാലിറ്റി, റൈറ്റ്? ലൈക്ക് അതിൽ ഇറ്റ്സ് അബൌട്ട് ലൈക്ക് ബ്രിങ്ങിങ് യുവർ പേഴ്സണാലിറ്റി ഓൺ ടു ദ മൈക്ക്, ഒരു അത് കലർത്താണ്ട് കറക്റ്റ്. അപ്പോൾ അത് രണ്ടും കൊണ്ടുപോകുന്ന ഒരു ജോണറായിട്ടാണ് ഞാൻ R&B കണക്ക് കൂട്ടിയത്. അപ്പോൾ അത് മലയാളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ മുത്തച്ഛിക്കും കേൾക്കാൻ പറ്റും. കാരണം ഈണം ഉണ്ടല്ലോ, നല്ലൊരു മെലഡി ഉണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ഹിപ്പ് ഹോപ്പിൻ്റെ പരിപാടി ചെയ്യാനും പറ്റും. അപ്പോൾ ഇപ്പം എൻ്റെ തലമുറ, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. കാരണം അവരുടെ അവരുടെ ഏജിലുള്ള ആൾക്കാർ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതർവൈസ് ഇന്ത്യയുടെ പുറത്ത് ഉള്ള സൗണ്ട്സ്, അതേപോലെ തന്നെ അതിൻ്റെ സെൻസിബിലിറ്റീസ്, പേഴ്സണാലിറ്റി, അതെല്ലാം രണ്ടും നമുക്കൊന്ന് യോജിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് R&B ഞാൻ കണ്ടത്. ഒരു പാട്ട് പാടി കൊടുത്ത് പയ്യൻ തുടങ്ങും. It was a big problem for them. They couldn't do it കാരണം ഇതെന്തുവാന്ന് ചോദിക്കും. But I feel like ഇതൊരു നല്ലൊരു ക്രോസ് റോഡ്. Yes. ഇപ്പൊ പാടുന്നോ? ഇപ്പൊ പാടാം. എന്ത് പാടണം? Anything you like, man. എല്ലാ പദങ്ങളും കരുതി ഞാൻ തേടുന്നിതാ ഈ നമ്പരങ്ങളിൽ വഴുതി ഞാൻ വരമായി മന്മഥൻ തഴുകിയിടാൻ കേടുന്നിതാ തടയാൻ വന്നവർക്കർഹി ഞാൻ വേറുന്നില്ല വീണതോ വാനമായി വീഴ്ചയും ദാനമായി നീ തരും വേദന കാളുമാറി പെയ്തതും അറിവിൽ കാലമായി വേദം മാറ്റി എഴുതാം കഥയായി വാഴും നാളെ ഞാനും വാഴും നാളെ തേടും തരങ്ങളെ മുടിയാലിണയുമേ
ഇണയും എണ്ണയിൽ തപ്പി എൻ കൺമഷി തേടും ഉത്തരങ്ങൾ ഈ കൈവളകൾ കേൾക്കേ നേരുത്തരങ്ങൾ ഏറെ. Are you someone അങ്ങനെ പല കഥകൾ കേട്ട് വളർന്ന ഒരാളാണോ? ഓ ഹൗ ഡു യു ബ്രിങ് ഇറ്റ്? Does it naturally come in? കഥകൾ അങ്ങനെ കേട്ട് അങ്ങനെ പുരാണ കഥകളൊന്നും കേട്ട് വളർന്ന ആളല്ല ഞാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്റ്റോറി ടെല്ലേഴ്സാണ്. എല്ലാവരും കഥ എഴുതുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എഴുതുന്നവരാണ്. ഇപ്പോൾ എൻ്റെ മാനേജർ ഓജസ് പോലും എഴുത്തുകാരനാണ് ഒരു രീതിക്ക്. ഇപ്പോൾ ഞാൻ മന്മഥൻ്റെ കഥ എഴുതിയപ്പോൾ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ അതിനകത്ത്. പുള്ളിക്കാരൻ മലയാളി പോലും ഇല്ല. അപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തെ എല്ലാവരും എഴുത്തുകാരാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും കഥ പറയാൻ ഇഷ്ടം. ഇപ്പം ഞാൻ ഈ റേഡിയോ ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ കഥ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ ഇച്ചിരി മസാല കിട്ടും. നല്ല രസത്തിൽ നല്ല ഇന്റർവ്യൂ ആയിരുന്നു. ഇത്ര നല്ല ഇന്റർവ്യൂ വേറെ എവിടെ കിട്ടാൻ, എനിക്ക് എങ്ങനെ കിട്ടിയ അങ്ങനെയൊക്കെ എന്തെങ്കിലും പുണ്യം ചെയ്ത അങ്ങനെയൊക്കെ പറയാം ഞാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാനും ഇഷ്ടം. അവർക്കും അറിയാം ഞാൻ ഇച്ചിരി കൂട്ടിയാ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ഒരു ശൈലിയാണ് അങ്ങനെ പറയാനുള്ള. അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ വളരെ ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ചിലവർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആണ്, ചിലവർ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ചിലവർ ഫാഷൻ ഡിസൈനേഴ്സ് ആണ്. ഇവരെല്ലാവരും ഓരോരോ രീതിക്ക് കഥ പറയാം. എൻ്റെ ഇപ്പോൾ ഇട്ടേക്കുന്ന സാധനം പോലും എൻ്റെ കൂട്ടുകാരും ഞങ്ങൾ ഉണ്ടാക്കി, അവരുടെ അമ്മയും കൊണ്ടിരുന്ന് ഉണ്ടാക്കി. അപ്പോൾ ഇതൊരു കഥയാണ് ഒരു രീതിക്ക്. ഇതിൽ കൂടെ ഒരു കഥ പറഞ്ഞു കൊടുക്കാനും നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ഫസ്റ്റ് മ്യൂസിക് വീഡിയോ കിട്ട സാധനം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഐ ഫീൽ ലൈക്ക് അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എൻ്റെ കഥകളിലും വരുന്നത്.